Hello guys, welcome back to our channel. This is me with my love episode. എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ പെങ്കുമാന സുപ്രീം കായുവാണെങ്കിൽ പരസ്പരം നോക്കും. ഇത് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. അതിന് അപ്പാപ്പനാണെങ്കിൽ അവരോട് പറയും, നിങ്ങൾ പാനിക് ആവണ്ട, ടെൻഷൻ ആവണ്ട, എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ആക്ച്വലി വർഷങ്ങൾക്ക് മുൻപ് മാജിക് ബൂവിനെ പോലെ തന്നെ വളരെയധികം പവർഫുൾ ആയ ഒരു വില്ലൻ ഇവിടേക്ക് വന്നു. പക്ഷെ അവൻ മാജിക് ബൂവിന്റെ അത്രയും വൃത്തികെട്ട ദുഷ്ടനായിരുന്നില്ല. അവനും ഞാനും ഫൈറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യാനും തകർക്കാനും ശ്രമിച്ച എന്നെ അവൻ ഈ ഒരു സ്വാഡിനുള്ളിൽ ലോക്ക് ചെയ്ത് വെച്ചു. ഇപ്പോ വർഷങ്ങൾക്ക് ശേഷം ഈ സ്വാഡ് തകർന്നപ്പോ ഞാൻ ഇതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഞാനിപ്പോ ഒരുപാട് ഹാപ്പിയാണെന്ന് പറയും. ഗോകുവിനാണെങ്കിൽ അത് കേട്ടിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. ഇദ്ദേഹം പറയുന്നൊക്കെ സത്യമായിരിക്കോ? പക്ഷെ ഒരു വയസ്സനാണ്, ഇയാൾക്ക് വലിയ പവറൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇയാൾ ടെസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഗോകു ഗോഹാനോട് ചോദിക്കും. അതിന് ഗോഹാൻ തലയൊക്കെ ചൊറിഞ്ഞ് എനിക്കും കൃത്യമായിട്ട് അറിയില്ല എന്ന് പറയും. ഗോകു ആണെങ്കിൽ നൈസായിട്ടൊരു പവർ ക്രിയേറ്റ് ചെയ്ത് ആളെങ്ങനെ അടിച്ച് തെറിപ്പിക്കുകയാണ്. അത് കണ്ട സുപ്രീം കായും പിങ്ക് കായും അവർ രണ്ടുപേരും ഇപ്പൊ ആളങ്ങനെ താങ്ങിയെടുക്കും. അപ്പാപ്പനാണെങ്കിൽ കലി കയറും, നിനക്കെത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നോട് ഇപ്രകാരം ചെയ്യും. ഗോഹാണെങ്കിൽ നൈസായിട്ട് ഗോഹാനെ നോക്കും. ഇയാൾക്ക് വലിയ പവറൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. അത് ഗോഹാന് ശരിവെക്കും. ഇവിടെ അപ്പാപ്പനാണെങ്കിൽ ഗോകുവിനോട് ദേഷ്യപ്പെടും, നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്രകാരം ചെയ്യും. നീ വയസ്സനാണെന്ന് കരുതിയല്ലേ എന്നെ അറ്റാക്ക് ചെയ്തത്? എന്റെ ഉള്ളിൽ ഒരുപാട് പവറുകളൊക്കെ ഉണ്ട്, അത് പുറത്തെടുത്താ നിങ്ങൾ ഞെട്ടും. പക്ഷെ അതൊന്നും ഞാനിപ്പോ ആരോട് പറയില്ല. ഗോകു ആണെങ്കിൽ റിക്വസ്റ്റ് ചെയ്യും, പവർ എന്താണെന്ന് പറയാമോ എന്ന് ചോദിച്ച്. പക്ഷെ ആളാണെങ്കിൽ കൊഞ്ഞനം കുത്തി പറയാൻ തയ്യാറാവില്ല. സുപ്രീം കായ ആണെങ്കിൽ ഗോകുവിനോട് ദേഷ്യപ്പെടും. അദ്ദേഹത്തോട് നീ ചെയ്ത തെറ്റിന് മാപ്പ് പറ. അതിന് ഗോകു ആണെങ്കിൽ നൈസായിട്ട് ആ അപ്പാപ്പനോട് പറയും, നിങ്ങളുടെ പവർ എന്താണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊഞ്ചിക്കൊഴയാൻ സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ സെറ്റ് ചെയ്ത് തരാം. അത് കേൾക്കുമ്പോൾ അപ്പാപ്പന് ഒത്തിരി സന്തോഷം. അങ്ങനെ സെറ്റ് ചെയ്ത് തരികയാണെങ്കിൽ ഞാൻ സമ്മതിക്കാമെന്ന് പറയും. ഉടനെ ഗോകു ആണെങ്കിൽ ഗോഹാനോട് നിന്റെ ഗേൾ ഫ്രണ്ട് വിടലിനെ നൈസായിട്ട് ഒന്ന് സെറ്റാക്കാൻ പറ്റുമോ ചോദിക്കും. വേറൊന്നും വേണ്ട, ആളോട് ജസ്റ്റ് ഒന്ന് സംസാരിച്ച് കമ്പനി ആയിട്ടിരുന്നാൽ മാത്രം മതി. അത് കേട്ട് ഗോഹാൻ ദേഷ്യപ്പെടും. അങ്ങനെയാണെങ്കിൽ ബുൽമയോട് ചോദിക്കാം, ബുൽമയുടെ സഹായം ചിലപ്പോൾ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്, നീ തന്നെ ബുൽമയോട് ചോദിക്കണം. ഗോഹാനാണെങ്കിൽ ഭയപ്പെടും, അയ്യോ ഇല്ല, എന്നെ കൊണ്ടത് പറ്റില്ല, ബുൽമ എന്നെ തല്ലിക്കൊല്ലും. ഉടനെ ഗോകു ആണെങ്കിൽ അപ്പാപ്പനോട് പറയും, എങ്ങനെയെങ്കിലും ഒരു സുന്ദരിയായ പെണ്ണിനെ സെറ്റ് ചെയ്ത് തരാം. അതിനു മുൻപ് നിങ്ങളുടെ പവർ എന്താണെന്ന് ഞങ്ങളോട് പറയണം. അതിന് അപ്പാപ്പൻ പറയും, ഓക്കെ ഞാനത് പറയാം. അതായത് എനിക്ക് ഏത് ശക്തന്മാരെയും ായിട്ട് പറ്റും. ഓപ്പോസിറ്റുള്ള ശക്തന്റെ പവർ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ പവറിനെ കഴിഞ്ഞ് മുകളിലായിട്ട് നമ്മുടെ പവർ കൊണ്ടുപോവുക, അതാണ് എന്റെ പവർ. അത് കേട്ട് ഗോകു ആണെങ്കിൽ ഷോക്കാവും. ഇതൊക്കെ ഒരു സാധാരണക്കാരന് ചെയ്യാനായിട്ട് കഴിയോ? പിന്നെ അപ്പാപ്പനാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, എന്നെ വെറുതെ സംശയിക്കാൻ പാടില്ല, നീ എന്തിന് എന്റെ കഴിവിനെ സംശയിക്കുന്നു? നീയല്ലേ എന്നെ ആ വാളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത്. ആ വാൾ ആരെടുക്കുന്നോ അവർക്ക് മാത്രമാണ് എന്നെ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുക. അവർ മാത്രമാണ് എന്റെ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു സുപ്രീം കായി ആവുക. സത്യത്തിൽ നീ ഒരു മനുഷ്യനല്ലേ, കൊണ്ടെങ്ങനെ അതിന് കഴിഞ്ഞുവെന്ന് ഇപ്പോ ആ ഒരു വയസ്സായ ആൾ ചോദിക്കും. കായാണെങ്കിൽ സോറി പറയും. പക്ഷെ അപ്പാപ്പനാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇപ്പൊ ഗോഹാനോട് ഒരു പൊസിഷനിൽ നിൽക്കാനായിട്ട് പറയും. നീ ചെയ്തത് വലിയ കാര്യമാണ്, എന്നെ പുറത്തെടുത്തുകൊണ്ട് തന്നെ എന്റെ എല്ലാ പവറും ഞാൻ നിനക്ക് തരാൻ പോവുകയാണെന്ന് പറഞ്ഞ് ആളാണെങ്കിൽ ഇപ്പൊ എന്തൊക്കെയോ ഒരുപാട് പോസുകളൊക്കെ ഇടാൻ തുടങ്ങും. ഒരുപാട് നേരമായിട്ടും ആളങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റെപ്പുകളൊക്കെ വെക്കുന്നത് കണ്ട ഗോഹാനാണെങ്കിൽ നിങ്ങൾ എന്തായി ചെയ്യണേ ചോദിക്കും. അതിനപ്പാപ്പൻ പറയും, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. ആണെങ്കിൽ അപ്പാപ്പനോട് ചോദിക്കും, ഇടയിൽ കയറുന്നതിന് എന്നോട് ക്ഷമിക്കണം, ഇത് തീരാൻ ഏകദേശം എത്ര മണിക്കൂർ എടുക്കും? അതിനപ്പാപ്പൻ പറയും, ഈ ഒരു പോസ് തീരാൻ 5 മണിക്കൂർ, അതിനുശേഷം ഈ പവർ അവനിൽ ബാലൻസ് ചെയ്ത് എൻഹാൻസ് ചെയ്യാൻ 20 മണിക്കൂർ. ഗോകു ആണെങ്കിൽ അത് കേട്ട് വണ്ടർ അടിക്കും, ആഹാ ബെസ്റ്റ്, അങ്ങനെയാണെങ്കിൽ ഞാൻ റെസ്റ്റ് എടുത്ത് പെട്ടെന്ന് വരാമെന്ന് പറയും. ഗോഹാൻ ആണെങ്കിൽ പല്ല് കടിക്കും. ഗോഹാനും സുപ്രീം കായും അവർ രണ്ടുപേരും പരസ്പരം നോക്കും. നമുക്കും അല്പസമയം കഴിഞ്ഞിട്ട് ഇവിടേക്ക് വരാമെന്ന് പറഞ്ഞ് അവരും കടന്നു പോവാണ്. അവിടെ നിന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഗൗട്ടനും ട്രങ്ക്സും അവരാണെങ്കിൽ ഇപ്പോഴും ആ ഒരു പോസ് പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പിക്കലോ ആണെങ്കിൽ അവരോട് പറയും, വാവ് ഇപ്പൊ ഏകദേശം കറക്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരു തവണ സീരിയസ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങളുടെ പവർ അത് ഈക്വൽ ആയിട്ട് പുറത്തേക്ക് കൊണ്ടുവരാൻ പറയും. അതനുസരിച്ച് ഈക്വൽ ആയിട്ട് അവർ പവർ റിലീസ് ചെയ്യും. ആണെങ്കിൽ ഇപ്പൊ ട്രങ്ക്സിനോടും ഗോട്ടനോടും നിങ്ങളുടെ യഥാർത്ഥ ഫ്യൂഷൻ പവർ അതിപ്പോഴാണ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നതെന്ന് പറയും. ട്രങ്ക്സിനാണെങ്കിൽ അപ്പോഴും സംശയം തോന്നും, ഇത് കറക്റ്റായിട്ട് വർക്കൗട്ട് ആവുമോ? പിക്കലോ ആണെങ്കിൽ ആത്മവിശ്വാസം കൊടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകും. അവരാണെങ്കിൽ വീണ്ടും ട്രയൽ നടത്തിക്കൊണ്ടേയിരിക്കും. അതേസമയം ഇവിടെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഹായ് ആയിട്ട് കാർഡ് കളിക്കുകയാണ്. ഉടനെ ഇടയ്ക്ക് വരും, നിങ്ങൾ വരുന്നുണ്ടോ യഥാർത്ഥ ഫ്യൂഷൻ? അത് ഗോട്ടനും പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോവാണ്, നമുക്കും പോയി അത് കണ്ടാലോ ചോദിക്കും. ഉടനെ എല്ലാവരും ചാടി എഴുന്നേൽക്കുകയാണ്. പന്നിക്കുട്ടനാണെങ്കിൽ കലി ഇളകും, കാരണം അവൻ ആ ഒരു കളിയിൽ ജയിക്കാനായതായിരുന്നു. ചേച്ചിയാണെങ്കിൽ ആ കൺഫ്യൂഷനിലായി. അവർ രണ്ടുപേരും കമ്പൈൻ ആയി കഴിഞ്ഞാൽ അവർക്കൊരു നല്ല പേരിടണമല്ലോ. എന്തായിരിക്കും
അവർക്ക് പറ്റിയ പേരെന്ന് അവളിങ്ങനെ ആലോചിക്കും. അത് കേട്ട് ബുൽമ പറയും, 30 മിനിറ്റ് മാത്രമായിരിക്കും അവർ കമ്പൈനായി ഫ്യൂഷനായിട്ടിരിക്കാൻ, പിന്നീട് അവർ രണ്ടുപേരും രണ്ടായി മാറും. സോ ഒരു പേരിന്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ മാസ്റ്റർ ആണെങ്കിൽ തീർത്ത് പറയും, ആ 2 കുട്ടികൾക്കും നല്ല പവറുണ്ട്, അവരുടെ പവർ രണ്ടും കമ്പൈൻ ചെയ്ത് അവർക്ക് കറക്റ്റായിട്ട് ഫ്യൂഷൻ ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഓരോരുത്തരും ഓരോരോ അഭിപ്രായങ്ങളുമായിട്ട് അവിടേക്ക് വരും. ഇവിടെ പിക്കലോ ആണെങ്കിൽ ഫ്യൂഷൻ പവർ ഫോഴ്സ് ഒരുപാട് കൂടുതലായതുകൊണ്ട് തന്നെ അവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് ഫ്യൂഷൻ ചെയ്യാനായിട്ട് പറയും. രണ്ടുപേരും ഇപ്പോൾ പവർ റിലീസ് ചെയ്ത് ആക്ഷൻ ചെയ്യാനായിട്ട് റെഡിയാവും. പിക്കലോ ആണെങ്കിൽ ട്രങ്ക്സിനോട് ഒരല്പം പവർ കുറച്ച് കൺട്രോൾ ചെയ്യാൻ പറയും. അവനത് അതേപടി അനുസരിച്ച് ഒരല്പം പവർ കുറച്ച് രണ്ടുപേരുടെയും പവർ ഈക്വലാക്കി ഇപ്പോൾ ഫ്യൂഷൻ ആരംഭിക്കുകയാണ്. അടുത്ത നിമിഷം തന്നെ ആ ഫ്യൂഷൻ വർക്കൗട്ടായി വലിയൊരു എനർജിയും പവറും പുറത്തേക്ക് പ്രവഹിക്കും. അടുത്ത നിമിഷം അവർ ഞെട്ടിച്ചുകൊണ്ട് ഇപ്പൊ നമ്മുടെ ഗോട്ടനും ട്രങ്ക്സും അവർ രണ്ടുപേരും കമ്പൈനായി ഒരു ഉണ്ടപ്പനായി മാറുകയാണ്. ബുൽമയ്ക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര ഷോക്ക്. അല്പസമയം കഴിയുമ്പോൾ ഇവർ നോർമൽ ആവുമല്ലോ അല്ലേ. ഉണ്ടപ്പനാണെങ്കിൽ എല്ലാവരോടും ചോദിക്കും, ഈ ഒരു രൂപമാണോ ആ മാജിക് ബൂനെ ഇല്ലാതാക്കാൻ പോകുന്നത്? ഇത് കണ്ടിട്ട് എനിക്ക് അവൻ നടക്കും തോന്നുന്നില്ല. അവർ രണ്ടുപേരും ഇപ്പോ പതുക്കെ ഓടാനായിട്ട് ശ്രമിക്കും. പക്ഷെ അവർ ടയേർഡായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അത് കണ്ട് എല്ലാവരും വണ്ടറടിച്ച് താഴേക്ക് വീഴും. ഇവിടെ പിക്കലോ ആണെങ്കിൽ അവരോട് പറയും, കുട്ടികളെ ഇത് ചെറുതായിട്ട് ഫ്ലോപ്പായി. ലാസ്റ്റ് പോസിന്റെ സമയത്ത് ട്രങ്ക്സ് കൈക്ക് പകരം അവന്റെ വിരലുകൾ മാത്രമാണ് നീട്ടിയത്. അതുകൊണ്ടാണ് ഇതിങ്ങനെയൊരു ഫോളായി മാറിയത്. ഓക്കെ, കുഴപ്പമില്ല, ഒന്നുകൂടെ കറക്റ്റ് ആയിട്ട് നിങ്ങളിത് ചെയ്യേ. ആദ്യം നിങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റ് ആവൂ. അത് കേട്ട് ഇപ്പോ അവനാണെങ്കിൽ പിക്കലോട് ചോദിക്കും, നിങ്ങളിങ്ങനെ ഇപ്പൊ സെപ്പറേറ്റ് ആവും? പിക്കലോ ആണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും, അതെനിക്കും അറിയില്ല, ഇനി ഒരു പക്ഷേ 30 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു പറഞ്ഞ് അവർ കാത്തു നിൽക്കുകയാണ്. ഇവിടെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ പുതിയ ഉണ്ടപ്പനോട് പേരെന്താണെന്ന് ചോദിക്കും. അതിനവൻ പറയും, എന്റെ പേര് ഗോട്ടക്സ്. അത് കേട്ട് അവർ ഞെട്ടും. ചീച്ചിക്കാണെങ്കിൽ അത് കുറച്ച് ഇഷ്ടമാവും. അങ്ങനെ ഒരുപാട് സമയത്തിന് ശേഷം 30 മിനിറ്റ് കംപ്ലീറ്റ് ആവുമ്പോൾ അവർ രണ്ടുപേരും സെപ്പറേറ്റ് ആവും. മൊട്ടപ്പനാണെങ്കിൽ അവരോട്, നിങ്ങൾ കമ്പൈനായി ഫ്യൂഷൻ എടുത്തപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു, നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടായിരുന്നു എന്ന് ചോദിക്കും. അവരാണെങ്കിൽ വണ്ടറടിക്കും, ഞങ്ങൾ ഫ്യൂഷൻ അത് കംപ്ലീറ്റ് ചെയ്തോന്ന് ഇപ്പൊ മൊട്ടപ്പനോട് തിരിച്ചു ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോഴായിരിക്കും അവർക്ക് മനസ്സിലാവുക, ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളൊന്നും തന്നെ അവരുടെ ഓർമ്മയിലില്ല. അത് കഴിയുമ്പോൾ അവർ വീണ്ടും ബാക്ക് ടു നോർമൽ ആവും. ഓർമ്മയും അവർക്ക് നഷ്ടപ്പെട്ടു പോകും. ആണെങ്കിൽ അവരോട് പറയും, ശരിക്കും നിങ്ങൾ അടിപൊളിയായിട്ടുണ്ട്, നിങ്ങൾ കുട്ടികളെ കൊണ്ട് ഇത്രയും വലിയ കാര്യം ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കരുതിയതല്ല. ബ്ലാക്ക് മാൻ അവരെ കാണുമ്പോൾ പ്രതീക്ഷ തോന്നും, നിങ്ങളെ കൊണ്ട് ഉറപ്പായാലും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന് പറയും. പിക്കലോ ആണെങ്കിൽ അത് കണ്ട് ടെൻഷനാവും. ഈ ഒരു പോരാട്ടം അതിനുശേഷം നമുക്ക് എല്ലാവർക്കും ചേർന്ന് അവരെ അഭിനന്ദിക്കാം. ആദ്യം അവർ പ്രോപ്പറായിട്ട് ട്രെയിനിങ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും ഫ്യൂഷൻ ചെയ്യാനായിട്ട് പറയും. ആണെങ്കിൽ ഫ്യൂഷൻ ചെയ്യും. ഇത്തവണ അവർ വയസ്സായ ഒരു അപ്പാപ്പനായിട്ടായിരിക്കും മാറുക. റോഷി ആണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും. അവരുടെ രണ്ടാമത്തെ അറ്റംപ്റ്റും ഫ്ലോപ്പായെന്ന് പറയും. പിക്കലോയ്ക്കാണെങ്കിൽ ദേഷ്യം കൂടുകയാണ്. ഓ നോ, ഇത്തവണ നിങ്ങളുടെ വിരലുകൾ അത് കറക്റ്റ് ദിശയിലായിരുന്നില്ല, വീണ്ടും നിങ്ങൾ ട്രെയിനിങ് എടുക്കണമെന്ന് പറയും. ഇനി 30 മിനിറ്റിന് ശേഷം മാത്രമേ അവർക്ക് വീണ്ടും ഫ്യൂഷൻ ചെയ്യാൻ പറ്റൂ. അങ്ങനെ കാത്തിരിപ്പിന്റെ 30 മിനിറ്റുകൾക്ക് ശേഷം വീണ്ടും പിക്കലോ ആണെങ്കിൽ കറക്റ്റായിട്ട് ഒന്നുകൂടെ അവരോട് ട്രൈ ചെയ്യാനായിട്ട് പറയാണ്. ഇത്തവണ അവർ രണ്ടുപേരും കറക്റ്റായിട്ട് അത് ചെയ്യും. അവരുടെ ആ ഒരു ശക്തി കമ്പൈനായി റിയൽ ഫ്യൂഷൻ അതങ്ങനെ കംപ്ലീറ്റ് ആയി അവരങ്ങനെ ഹായ് ആയിട്ട് നിൽക്കുകയാണ്. അത് കണ്ട് എല്ലാവരും ഞെട്ടും. പിക്കലോ ആണെങ്കിൽ വിളിച്ചു പറയും, ദാ കാണ്, മാജിക് ബൂവിനെ തകർക്കാൻ പോകുന്ന ഫ്യൂഷനിൽ ക്രിയേറ്റ് ആയ പുതിയ ഗോട്ടനും ട്രങ്ക്സും. അവരത് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. അവരുടെ ആ പവറും പുതിയ ലുക്കും കണ്ട് മാസ്റ്റർ റോഷിയും വിടലും ചീച്ചിയും ബുൽമയും അതുപോലെ മൊട്ടപ്പനും അങ്ങനെ എല്ലാവരും ഷോക്കാവും, ഹാപ്പിയാവും. പിക്കലോ ആണെങ്കിൽ അവരോട് പറയും, 30 മിനിറ്റിന് ശേഷം വീണ്ടും നിങ്ങൾ ഇതുപോലെ തന്നെ ട്രെയിനിങ് എടുത്ത് ഇതൊന്ന് പക്കയാക്കി മാറ്റണം. അതിന് ഗോട്ടക്സ് പറയും, ഞങ്ങൾക്കതിന്റെ ആവശ്യമില്ല, ഞങ്ങളിപ്പോൾ കംപ്ലീറ്റ് ആയി ഈ ട്രാൻസ്ഫർമേഷൻ ആയിരിക്കുകയാണ്. ഇനി എത്രയും വേഗം ആ മാജിക് ബൂവിനെ കണ്ടെത്തി തല്ലിക്കൊല്ലുക എന്നത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഉടനെ പിക്കലോ ആണെങ്കിൽ ടെൻഷനാവും. അയ്യോ ഇല്ല, നിങ്ങൾ അതിന് പാകപ്പെട്ടിട്ടില്ല, കുറച്ചുകൂടി ട്രെയിനിങ് നിങ്ങൾക്ക് ആവശ്യമാണ്. അതിനവർ പറയും, ഇല്ല, പവർ എന്താണെന്ന് ഞങ്ങൾ തെളിയിച്ചു തരാൻ പോവുകയാണ്. ആ മാജിക് ബൂവിനെ തല്ലിക്കൊന്ന് ഞങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരുന്നു പറഞ്ഞ് വമ്പ ഫോഴ്സിൽ സ്പീഡിൽ അവരങ്ങനെ പറന്നു പോവാണ്. അതുകൊണ്ട് നമ്മുടെ ആൾക്കാരാണെങ്കിൽ അത്ഭുതപ്പെടും. പിക്കലോയ്ക്കാണെങ്കിൽ ടെൻഷനായി അവരെ വിളിച്ചുകൊണ്ടേയിരിക്കും. തിരിച്ചു പിടിക്കാനുള്ള ആകെ പ്രതീക്ഷ അത് അവരാണ്. അവരെന്റെ വാക്ക് കേൾക്കാതെ അവിടുന്ന് പോയെന്ന് പറഞ്ഞ് പിക്കലോ ഒരുപാട് വിഷമിക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്ത കോർക്കം വലിച്ചുറങ്ങുന്ന നമ്മുടെ ഗോകുവിനെ ആയിരിക്കും കാണിക്കുക. അവനാണെങ്കിൽ ആഞ്ഞു തുമ്മി ഇപ്പൊ ഞെട്ടി എഴുന്നേൽക്കുകയാണ്. ഉടനെ സുപ്രീം കായും പിങ്കുമാനും ഗോകുവിനെ നോക്കും. എന്തുപറ്റി, ട്രെയിനിങ് അത് കഴിഞ്ഞും ചോദിക്കും. സുപ്രീം കായ് ആണെങ്കിൽ അവരെ ചൂണ്ടിക്കാണിക്കുകയാണ്. ട്രെയിനിങ് ഇനിയും കംപ്ലീറ്റ് ആവാൻ 3 മണിക്കൂറുകൾ കൂടെ ബാക്കിയുണ്ട്. അത് കണ്ട് ഗോകു ആണെങ്കിൽ ഇപ്പൊ ഗോഹാനോട് പറയും, പ്ലീസ് ഒരു 3 മണിക്കൂർ കൂടെ എങ്ങനെയെങ്കിലും നീ പിടിച്ചു നിൽക്ക്. ഗോഹാൻ ആണെങ്കിൽ അത് കേട്ട് അവന്റെ ദേഷ്യം ഇരട്ടിയാവും. അവൻ പല്ല് കടിച്ച് ഗോകുവിനെ നോക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.